ഇപ്പോൾ BJPയും RSSൻ്റെയും പദ്ധതി എന്താണ്? ചില മതത്തിൽപ്പെട്ടവർക്ക് പാടാൻ പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ദേവ പരാമർശങ്ങളുള്ള ഈ വന്ദേമാതരത്തിലെ അനന്തരഭാഗങ്ങൾ അതും പാടണമെന്ന് നിർബന്ധിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് പാടിയില്ലെങ്കിൽ ജയിൽ ശിക്ഷ എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേശീയ ഗാനത്തിന് ഇതില്ല, ജനഗണമനയുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ശിക്ഷയില്ല. അപ്പം ഓരോ വിഷയവും എടുത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ധ്രുവീകരണമുണ്ടാക്കുക, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന വളരെ ഹീനമായ RSSൻ്റെ പദ്ധതിയാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടും ഉള്ളത്. നിയമപരിരക്ഷ നൽകിയിരിക്കുന്നു, നിയമം കൊണ്ടുവന്നുകൊണ്ട് നിയമപരിരക്ഷ നൽകിയിരിക്കുന്നു. അതിപ്പോൾ ഒരു മാൻഡേറ്ററി വരെയാണ്, എല്ലാവരും ആലപിക്കണം, മുഴുവനായി തന്നെ ആലപിക്കണം. ഇന്നിപ്പോൾ ഇവിടെ ഈ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് ചടങ്ങ് വന്നപ്പോൾ വന്ദേമാതരം ഇവിടെ ആലപിക്കുകയുണ്ടായില്ല. അപ്പോൾ ഇതിൽ CPM-ൻ്റെ നിലപാടാണ്. ഭരണഘടനാപരമായി നാഷണൽ ആന്തം എന്ന പരിരക്ഷയുള്ളത് ജനഗണമനയ്ക്കാണ്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ. എന്നാൽ നാഷണൽ സോങ് എന്നൊരു പരാമർശം മാത്രമാണ് ഈ വന്ദേമാതരത്തെക്കുറിച്ചുള്ളത്. വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 സ്റ്റാൻസ, പല്ലവിയും അനുപല്ലവിയും എന്ന് പറയാം, അവയോട് രാജ്യം മുഴുവൻ യോജിക്കുന്നതാണ്. നമുക്കെല്ലാം അറിയാം. വളരെ മനോഹരമായിട്ട് രവിശങ്കർ സംഗീതം കൊടുത്തതാണെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ എന്തായാലും ഇപ്പോൾ BJPയും RSSൻ്റെയും പദ്ധതി എന്താണ്? ചില മതത്തിൽപ്പെട്ടവർക്ക് പാടാൻ പ്രയാസമുണ്ടാകുന്ന തരത്തിലുള്ള ദേവ പരാമർശങ്ങളുള്ള ഈ വന്ദേമാതരത്തിലെ അനന്തരഭാഗങ്ങൾ അതും പാടണമെന്ന് നിർബന്ധിക്കുകയാണ്. എന്ന് മാത്രമല്ല, അത് പാടിയില്ലെങ്കിൽ ജയിൽ ശിക്ഷ എല്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേശീയ ഗാനത്തിന് ഇതില്ല, ജനഗണമനയുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ശിക്ഷയില്ല. അപ്പം ഓരോ വിഷയവും എടുത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ധ്രുവീകരണമുണ്ടാക്കുക, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന വളരെ ഹീനമായ RSSൻ്റെ പദ്ധതിയാണ് വന്ദേമാതരവുമായി ബന്ധപ്പെട്ടും ഉള്ളത്. അല്ല, നമ്മളെല്ലാം പാടുന്നുണ്ടല്ലോ ആദ്യത്തെ പല്ലവിയും അനുപല്ലവിയും. അത് മുഴുവൻ പാടാൻ നിർബന്ധിക്കുന്നത് വളരെ ഹീനമായ ഒരു ചതിപ്രയോഗമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്. ന്യൂനപക്ഷങ്ങളെ അപരന്മാരാക്കി ചിത്രീകരിച്ച് അവരെ ഒറ്റപ്പെടുത്താനും അവരെ ആക്രമിക്കാനുമുള്ള ഒരു പദ്ധതിയുണ്ടല്ലോ. അത് ഇവരിപ്പം ഇത്രയും ചോദിച്ചുകൊണ്ട് പറയാം. ഖർഗയ്ക്ക് എതിരായിട്ടുള്ള, ഖർഗെ പോയി പ്രസംഗിച്ച യോഗസ്ഥലത്ത് ശുദ്ധീകരണം നടത്തിയിരിക്കുകയാണ്. മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന ലോക്സഭാ അംഗത്തെ അവരുടെ മണ്ഡലത്തിലെ സർക്യൂട്ട് ഹൗസിൽ നിന്ന് പാതിരാത്രിക്ക് ഇറക്കി വിടുകയാണ് ബംഗാളിൽ. അപ്പോൾ വളരെ ഹീനമായ നീക്കങ്ങളാണ് ഇവർ നടത്തിയത്. ഇന്ത്യയിലെ മതാനന്ദ പ്രസംഗത്തിൽ മാവോയിസ്റ്റുകൾ അന്ത്യശാസനം വലിക്കുകയാണ്. അതേസമയം അർബൻ നക്സലേറ്റുകൾ ഉണ്ട് എന്നൊരു പരാമർശമുണ്ട്. അത് ശ്രദ്ധിച്ചാണോ? ഞാൻ ഓർക്കുന്നത് അയാമാൻ അർബൻ നക്സലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഗിരീഷ് കർണാട് ഒരു ബാഡ്ജ് ധരിച്ചുകൊണ്ട് ബാംഗ്ലൂർ ഒരു പരിപാടിയിൽ പങ്കെടുത്തതാണ്. തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ദേശദ്രോഹികളാക്കുക, അർബൻ നക്സലേറ്റുകളാക്കുക, തുക്കടെ ഖാൻ മാർക്കറ്റ്, IIC ലോഗ് എന്നൊക്കെ പറയുക. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ ചർച്ച വളരെ മ്ലേച്ഛമായ തലങ്ങളിലേക്ക് അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് RSSും. അതേ വാചകത്തിലാണ് RSSകാരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നത്. രാജ്യത്തിന് കഷ്ടം എന്ന് മാത്രമേ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളൂ.